ഏറ്റവും പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കവിതയും വർത്തമാനവുമായി കുറച്ചു നേരം നമുക്ക് ഒരുമിച്ചിരിക്കാം. ഇന്ന് മറ്റൊരു കവിതയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായ ONV മാഷുടെ ഒരു കവിതയാണ് ഇത്. എന്നാൽ ഇത് കവിതയായല്ല, മറിച്ച് ഒരു ഗാനമായിട്ടാണ് നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ളത്. മലയാളികളായ മലയാളികളെല്ലാം ഒരിക്കലെങ്കിലും ഈ പാട്ടൊന്ന് മൂളാതെ പാടാതെ കടന്നുപോയിട്ടില്ല. അത്ര മധുരമായ ഒരു ഗാനം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു സിനിമാ പാട്ടാണ് എന്ന്. അല്ല, ഇതൊരു നാടക ഗാനമാണ്. ഇത് ആദ്യം ഒരു കവിതയായാണ് എഴുതിയത്. അങ്ങനെയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ ഇന്നത് വിശ്വസിക്കും എന്ന് തന്നെ എനിക്കറിയില്ല. വളരെ മധുരമായ ഒരു ഗാനം. ഏതാണ് ആ പാട്ട് എന്ന് ഒന്ന് ഊഹിക്കാമോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒഴുകിയെത്തിയിട്ടുള്ള ONV മാഷുടെ നാടക ഗാനങ്ങളിൽ ഈ ഗാനം നിശ്ചയമായും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആകാംക്ഷയെ ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ പാട്ടാണ്, ആ കവിതയാണ്. വരൂ, നമുക്ക് ആ പാട്ടിൻ്റെ കവിതയുടെ പിന്നാമ്പുറങ്ങളിലേക്ക്, കഥയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. പാട്ടിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ONV മാഷെ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ സംഭാഷണം തുടങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത്. ONV മാഷെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം സ്നേഹനിധിയായ ഒരു മുത്തച്ഛൻ്റെ ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറുള്ളത്. ഈ മലയാള തറവാട്ടുമുറ്റത്ത് ഒരു കാരണവരായി, മുത്തച്ഛനായി കസേരയിട്ടിരിക്കുന്ന ONV. അദ്ദേഹത്തിന് ചുറ്റും നിരന്നിരിക്കുന്ന കുരുന്നുകൾ. അവർക്കെല്ലാം കഥകൾ പറഞ്ഞുകൊടുത്ത്, പാട്ടുകൾ പാടിക്കൊടുത്ത് ഒപ്പം ചേരുന്ന ONV മാഷ്. ഇത്തരത്തിൽ ഒരു ചിത്രമാണ് മാഷെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറുള്ളത്. അദ്ദേഹം നമ്മെ വിട്ടുപോയി എങ്കിലും ഇന്നും കവിതകളായും ഗാനങ്ങളായും ആ സ്നേഹ സാന്നിധ്യം, ആ സ്നേഹ സാമീപ്യം നമുക്ക് ചുറ്റുമുണ്ട്. നാം അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളതുപോലെ, എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. അതെ, ഈ മലയാളക്കര വിട്ട് ആ മുത്തച്ഛൻ എവിടേക്കു പോവാനാണ്? മലയാളത്തിന് ഈ ത്രയങ്ങളോട് ഒരു പ്രത്യേക കമ്പമുണ്ട്, ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം തുടങ്ങി മലയാളത്തിൻ്റെ ഒരു അരുണ ദശകത്തിലെ കവികളായാണ് P. ഭാസ്കരൻ, വയലാർ, ONV എന്നിവരെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ 3 പേരും മികച്ച കവികളായിരുന്നതോടൊപ്പം മികച്ച ഗാനരചയിതാക്കളും ആയിരുന്നു. ഒരു അളവോളം അവരുടെ കവിത്വത്തെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ പാട്ടെഴുത്തുകാർ എന്ന് അറിയപ്പെട്ടവരാണ് ഇവർ 3 പേരും. പ്രത്യേകിച്ച് ONV മാഷ്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം, അവരുടെ പ്രയാസങ്ങൾ അവരുടെ ഭാഷയിൽ എഴുതിക്കൊണ്ട് ഇവർ 3 പേരും ചേർന്ന് മലയാള കവിതയ്ക്ക്, മലയാള ഗാനങ്ങൾക്ക് ഒരു പുതിയ ഭാവുകത്വം തന്നെ സൃഷ്ടിച്ചു.
കവിതയും ഗാനവും തമ്മിൽ നേർത്ത ഒരു നൂലിഴയുടെ വ്യത്യാസമാണ് ഉള്ളത്. ആ വ്യത്യാസത്തെക്കുറിച്ച് ONV മാഷ് വളരെ കാവ്യാത്മകമായി പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: കവിത എനിക്ക് ഉപ്പാണ്. അത് സന്തോഷത്തിൻ്റേതായാലും സങ്കടത്തിൻ്റേതായാലും കവിത എന്നെ സംബന്ധിച്ച് ഉപ്പാണ്. ആ ഉപ്പ് പാകത്തിനു ചേർത്ത് എൻ്റെ സഹയാത്രികർക്ക് ഞാൻ നൽകുന്ന പാഥേയമാണ്, പൊതിച്ചോറാണ് എൻ്റെ ഗാനങ്ങൾ. ഗാനങ്ങളെ കവിതകളായി കണക്കാക്കാമെങ്കിൽ അതിനെ അപ്ലൈഡ് പോയട്രി എന്ന് വിളിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പൊന്നരിവാൾ അമ്പിളിയെക്കുറിച്ചാണ് നാം പറഞ്ഞു തുടങ്ങിയത്. അവിടേക്ക് തന്നെ തിരികെ വരാം. കവി തന്നെ പറയുന്നത് പോലെ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തെ ഒരു കുഗ്രാമത്തിലായിരുന്നു കവിയുടെ വീട്. യുവാവായ പൊടിമീശക്കാരനായ ONV കൊല്ലം SN കോളേജിലാണ് പഠിക്കുന്നത്. കോളേജിലേക്ക് എല്ലാ ദിവസവും അദ്ദേഹം ബോട്ടിലാണ് പോകുന്നത്. 4 അണയാണ് ബോട്ട് കൂലി. വിദ്യാർത്ഥികൾക്ക് ഇളവുണ്ട്, അത് 2 അണയാണ്. എല്ലാ ദിവസവുമുള്ള ഈ യാത്രയിൽ തൻ്റെ സഹപാഠികളായ സമപ്രായക്കാരായ സഹയാത്രികർ മറ്റുള്ളവർ ചീട്ട് കളിക്കുമ്പോൾ, ഒപ്പം പഠിക്കുന്ന പെൺകുട്ടികളെക്കുറിച്ച് നിർദോഷമായ തമാശകൾ പറയുമ്പോൾ, അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോൾ, പ്രണയകഥകളെക്കുറിച്ച് പറയുമ്പോൾ ONV ആവട്ടെ, നമ്മുടെ കവിയാവട്ടെ, ഒരു ഏകാന്തയാത്രികനായി ആ അഷ്ടമുടി കായലിൻ്റെ ഓളപ്പരപ്പിൽ അമഗ്നനായി ഇരിക്കാറുണ്ട്. ആ കായലിൻ്റെ തീരത്ത് നിരനിരയായി നിൽക്കുന്ന തെങ്ങുകൾ, കവുങ്ങുകൾ, പൂവാകകൾ, കാറ്റിൽ വിതൂത്തുലഞ്ഞാടുന്ന സൗന്ദര്യം അദ്ദേഹത്തെ ഹർഷപുളകിതനാക്കാറുണ്ട്. അതുമാത്രമല്ല, ആ പ്രദേശങ്ങളിലൊക്കെ അന്ന് കൃഷിയുണ്ട്, പാടശേഖരങ്ങളുണ്ട്, അവിടെ പണിയെടുക്കുന്ന സാധാരണ മനുഷ്യരുണ്ട്, പണിയാളരുണ്ട്, നിസ്വവർഗത്തിൽപ്പെടുന്ന മനുഷ്യർ. അവരുടെ ശബ്ദം ഉയർന്നു തുടങ്ങിയ കാലമാണ്. അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയ കാലമാണ്. ആ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ചകളാണ് ചുറ്റിലും കാണുന്നത്. നമ്മുടെ കവിയെ ഈ കാഴ്ചകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അന്നത്തെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയെക്കുറിച്ച് ONV മാഷ് വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്: ആരോ കയ്യിലുയർത്തിയ അരിവാളുപോലെ മാനത്തു തിളങ്ങി നിൽക്കുന്ന അമ്പിളിക്കല, ചന്ദ്രക്കല. പൊന്നുഷസ്സിൻ്റെ, പുതിയ ഉഷസ്സിൻ്റെ വെയിൽ നാളങ്ങൾ മനസ്സിനെ ചൂടുപിടിപ്പിക്കുന്ന ഒരു കാലമാണത്. ഭൂമിയിൽ എല്ലായിടത്തും അരിവാൾ മണ്ണിൽ മടയ്ക്കുന്നവരുടെ പ്രതീക്ഷയാണ്. അവർക്ക് നല്ലൊരു നാളെയുണ്ടാകുമെന്ന പ്രതീക്ഷ. അവർക്കൊരു ഉത്സവമുണ്ടാവുകയാണ് എങ്കിൽ അതിൻ്റെ കൊടിയടയാളമാണ്. അതെ, ആ കവി മനസ്സിൽ ഒരു പൊന്നരിവാൾ അമ്പിളി ഉദിച്ചുയർന്നു. സാധാരണ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, മനുഷ്യരുടെ പ്രയാസങ്ങളെ തൻ്റെ ദുഃഖമായി കാണുന്ന ഒരു കവിക്ക് അങ്ങനെയാവാതെ തരമില്ല. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ONV വൈക്കം ചന്ദ്രശേഖരൻ നായർ നടത്തുന്ന കേരളം പത്രം ഓഫീസിലേക്ക് എത്തുന്നത്. സാഹിത്യ കുതുകികളായ യുവാക്കളുടെ ഒരു സ്ഥിരം സങ്കേതമാണ് ഈ കേരളം പത്രം ഓഫീസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ എല്ലാ സംഘർഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. വിലക്കുകൾ, ആത്മാവിഷ്കാരത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ എല്ലാം അന്ന് നിർദാക്ഷിണ്യം അരങ്ങേറുകയാണ്. എന്നാൽ വൈക്കം ചന്ദ്രശേഖരൻ നായർ സ്വന്തം ഇച്ഛാശക്തിയിൽ ഏറെ പ്രയാസത്തിലാണ് ആ പ്രസിദ്ധീകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രാദേശിക ലേഖകന്മാരും റേഡിയോ വാർത്തകളുമാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകളുടെ ഏക സ്രോതസ്.
വൈക്കം ചന്ദ്രശേഖരൻ നായർ അടുത്ത വാരാന്ത പതിപ്പിലേക്ക് ഒരു കവിത വേണം എന്ന് ONVയോട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്നു തന്നെ ആ കവിത എഴുതി തുടങ്ങുകയാണ്. ONV തന്നെ പറയുന്നു, ഞാനൊരു നിമിഷ കവിയല്ല, പക്ഷേ ഒരു പൊന്നരിവാൾ അമ്പിളി ഏറെക്കാലമായി എൻ്റെ മനസ്സിലിങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ആ കവി എഴുതി തുടങ്ങി, പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. അതെ, അതൊരു നിമിഷ കവിതയായിരുന്നില്ല, മറിച്ച് ഏറെക്കാലമായി തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങളുടെ ബഹുസ്ഫുരണമായിരുന്നു. സാധാരണക്കാരായ അധ്വാനിക്കുന്ന ജനവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന, അവരുടെ ദുഃഖങ്ങളെ ഉൾക്കൊള്ളുന്ന, അവർക്ക് വേണ്ടി പോരാടാൻ സന്നദ്ധമായ ഒരു കവി മനസ്സിനെ ആ കവിതയിൽ നമുക്ക് കാണാം. ONV തന്നെ പറയുന്നു, പാടത്ത് പുതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനുകൾ പോലെ വരികൾ എന്നിലേക്ക് ഇരച്ചെത്തി. ഇരുളിൽ നിന്നൊരു ഗാനം എന്ന പേരിൽ വൈക്കം ചന്ദ്രശേഖരൻ നായർ അടുത്ത വാരാന്ത പതിപ്പിൽ ആ കവിത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വാരാന്ത പതിപ്പിൻ്റെ ഏടുകളിൽ ആരും കാണാതെ അറിയാതെ വിസ്മൃതമായി പോകേണ്ടിയിരുന്ന ഒരു കവിതയായിരുന്നു ഇരുളിൽ നിന്നൊരു ഗാനം. എന്നാൽ അതിന് ജീവൻ നൽകിയത് മറ്റാരുമല്ല, ONVയുടെ പ്രിയ സുഹൃത്ത് ദേവരാജൻ മാഷാണ്. ദേവരാജൻ മാഷുടെ മാസ്മരികതയെപ്പറ്റി ONV തന്നെ പറയുന്നുണ്ട്. ഓരോ വരികളും മൂളി മൂളി ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഈണം ആ കവിതയ്ക്ക് നൽകി. കർഷകരുടെ, പണിയാളരുടെ പായാരമാണ് ആ കവിത. അതിന് യോജിച്ച ഒരു ഈണമാണ് ദേവരാജൻ മാഷ് നൽകിയത്. നാടൻ ശീലിലുള്ള ആ കവിതയ്ക്ക് ശങ്കരാഭരണത്തിൻ്റെ നടയഴക് ദേവരാജൻ സമ്മാനിച്ചു. വളരെ നിപുണനായ ഒരു ശ്രോതാവിനു മാത്രമേ ആ ഗാനത്തിലെ ക്ലാസിക്കൽ ടച്ച് തിരിച്ചറിയാൻ സാധിക്കൂ. പാട്ടിലെ നാടൻ സംസ്കൃതിയും സംഗീതകാരൻ്റെ ക്ലാസിക്കൽ രാഗങ്ങളിലുള്ള അവഗാഹവും ചേർന്നപ്പോൾ ഒരു അപൂർവ സർഗാത്മക ലയമായി അത് മാറുകയായിരുന്നു. പിന്നീട് എത്രയെത്രയോ മധുരമായ ഗാനങ്ങൾ ആ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുണ്ട്. ആ സൗഹൃദത്തിലെ നിമ്നോന്നതങ്ങൾ മലയാളികൾക്കെല്ലാം പരിചിതമാണ്. ഏറെക്കാലത്തിനു ശേഷം KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ ഈ ഗാനം ഉൾപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ മലയാളികൾ നെഞ്ചേറ്റിയ പൊന്നരിവാൾ അമ്പിളി പിറന്നു വീണു. ആ ഗാനത്തിൻ്റെ വരികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പൂമരത്തണലിൽ വാടി നിൽക്കുന്ന, വിഷാദമഗ്നയായി നിൽക്കുന്ന പെൺകൊടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ വിഷാദത്തിൻ്റെ കാരണമന്വേഷിക്കുകയാണ് കവി. ഒത്തുനിന്നീ കൂട്ടരുമായി വിത്തുചേറി നീയ്, ഞാറുകുത്തി ഞാറുകുത്തി ചേറിൽ മുങ്ങി നീയ്, നോറ്റു നോറ്റു വിളവെല്ലാം കാത്തിതല്ലോ നീയ്, മുത്തണി കതിരുകള് വാർത്തെടുത്തോൾ നീയ്, ഓണനിലാ പാലലകള് ഓടിവരും നേരം എന്തിനാണ് നിൻ കരള് നൊന്തുപോണെൻ കള്ളി. കൂട്ടുകാരോടൊത്തുചേർന്ന് ഈ പാടത്തെല്ലാം വിത്തു വിതച്ചതു നീയാണ്, മുട്ടോളം ചെളിയിൽ നിന്ന് ഞാറുകുത്തിയത് നീയാണ്, രാവു പകലില്ലാതെ ഈ കതിരുകൾക്ക് കാവൽ നിന്നതു നീയാണ്, മുത്തണി കതിരുകള് വാർത്തെടുത്തോൾ നീയാണ്,
പിന്നെ എന്തിനാണ് ഓണനിലാപാലലകൾ ഓടി വരുമ്പോൾ നീ ഇങ്ങനെ വിഷാദിച്ച് വിഷമിച്ച് വാടി നിൽക്കുന്നത്? ഓണം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. പക്ഷേ നീ ഇതാ ഈ പൂമരത്തിൻ്റെ ചുവട്ടിൽ വാടി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന്. അവളുടെ അധ്വാനത്തിൻ്റെ ഫലമാണത്. എന്നാൽ ആ കതിരുകളിൽ അവൾക്ക് യാതൊരു അവകാശവുമില്ല. ജന്മിയുടെ പത്തായം നിറയ്ക്കുകയാണ് അവളുടെ ജോലി. ഓണത്തിനു പോലും ഒരു നേരം നിറച്ചുണ്ണാൻ അവൾക്കാവതില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ പെൺകൊടി വിഷാദിച്ചു നിൽക്കുന്നത്, വാടി നിൽക്കുന്നത്. അവളുടെ സങ്കടത്തിൽ മനം നൊന്ത കവി അവൾക്കു വേണ്ടി പാടുകയാണ്. അവൾക്ക് വേണ്ടി പാടുക മാത്രമല്ല, അവളുടെ പോരാട്ടത്തിന് എൻ്റെ കൂടെ നീ വരുമോ എന്ന് ചോദിക്കുകയാണ്. നിന്നെയോർത്തു തന്നെ പാടുകയാണെൻ കരൾ, പോരാടുമെൻ കരങ്ങൾ, ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാൻ, തോളോടു തോളു ചേർന്ന് വാളുയർത്താൻ തന്നെ. പോരുമോ നീ? നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാവും കാലത്തിന് വേണ്ടി. പെണ്ണെ, നീ എൻ്റെ കൂടെ പോരാടുവാൻ വരുമോ എന്നാണ് കവി ചോദിക്കുന്നത്. പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലോ. എല്ലാവർക്കും നന്ദി.